ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും വിതരണ ശൃംഖലയിൽ സുതാര്യതയും ട്രേസബിലിറ്റിയും ഉറപ്പാക്കണമെന്ന് കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. യുവാക്കളെ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നേറാൻ ഭരണകൂടത്തിന് സാധിക്കില്ലെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. പ്രിന്റിംഗ് മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ. നീതി നിഷേധത്തിനെതിരെ പ്രതികരിക്കാനൊരുങ്ങി പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് നിക്ഷേപകർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും വിതരണ ശൃംഖലയിൽ സുതാര്യതയും ട്രേസബിലിറ്റിയും ഉറപ്പാക്കണമെന്ന് കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 15, 16 തീയതികളിൽ കോഴിക്കോട്ട് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പക്ഷേ ചില കമ്പനികൾ ഡയറക്റ്റ് ആയിട്ട് ഡോക്ടർമാർ ചോദിച്ചിട്ട് നേരത്തെ ഡോക്ടർ ഡയറക്റ്റ് പോയതാണ്. അങ്ങനെ ചില ആളുകൾ എല്ലാവരും കൊല്ലം ഡോക്ടർമാരെ സംബന്ധിച്ച് എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. ചില ആളുകൾ ഒരു 1% ചില മനുഷ്യന്മാർ അങ്ങനെ ചെയ്തു. ആ ഡോക്ടർമാരെ ഗവൺമെന്റിന്റെ സംവിധാനത്തിനനുസരിച്ച് പിടിച്ചതും അവർക്ക് അതിനുള്ള പരീക്ഷണം കൊടുത്തതാണ്. പക്ഷെ അത് ചെയ്തത് ഞങ്ങൾ ബാധിക്കുന്നത് 100%. കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 15-നും 16-നും കോഴിക്കോട് ചിന്താവിളപ്പ് മജസ്റ്റിക് ഹാളിൽ നടക്കും. വിതരണ ശൃംഖലയിലെ സുതാര്യതയും ട്രേസബിലിറ്റിയും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫാർമ, ഡെന്റൽ, സർജിക്കൽ, ലാബ് എല്ലാ ഹോൾസെയിലേഴ്സിന്റെയും സംഘടനയാണ്. ഹോൾസെയിലേഴ്സ് മാത്രമുള്ള സംഘടനയാണ് KMDA, കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ. ആഗസ്റ്റ് 15 എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപക ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ് കണക്കാക്കിയിട്ടാണ് ആഗസ്റ്റ് 15, 16 തീയതികളിലായിട്ട് കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിന്റെ ഡേറ്റ് വരുന്നത്. നമ്മുടെ സമ്മേളനം ആഗസ്റ്റ് 15 രാവിലെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ സർവേ ഭൂരേഖ ഭൂപരിഷ്കരണ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അവർക്കാണ്. ഇടനില വിതരണ സംവിധാനങ്ങളെ ഒഴിവാക്കി മരുന്നുകൾ നേരിട്ട് റീറ്റെയിൽ മെഡിക്കൽ ഷോപ്പുകളിലേക്ക് എത്തിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും മരുന്നിന്റെ ഉറവിടവും വിതരണ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുകയും ആവശ്യമായ ഘട്ടങ്ങളിൽ മരുന്നിന്റെ യാത്ര തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. യുവാക്കളെ അധിക്ഷേപിച്ച് മുന്നേറാൻ ഭരണകൂടത്തിന് ആകില്ലെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. രാഷ്ട്രീയ യുവജനതാദൾ സംഘടിപ്പിച്ച യുവഭേരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളെ അധിക്ഷേപിച്ച് മുന്നേറാൻ ഭരണകൂടത്തിനാകില്ലെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. രാഷ്ട്രീയ യുവജനതാദൾ ജില്ലാ കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ സംഘടിപ്പിച്ച യുവഭേരി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലല്ലാതെ യൂറോപ്പ് മുഴുവൻ ചുറ്റുകയാണ്. ചെറിയ കുട്ടി പറയാണ്, അവിടെ ഇരിക്കുന്ന കുട്ടിയുടെ പ്രായമുള്ള ചെറിയ കുട്ടി, അവർക്ക് വരെ ആ ബോധ്യമുണ്ടായിട്ടുണ്ട്. ഈ പ്രക്ഷോഭത്തെ ദേശീയ മാധ്യമങ്ങൾ കണ്ടില്ലാതെ അടിച്ചു. അവരെ ഹെൽമെറ്റ് കൊണ്ടും ATF കൊണ്ടും STF സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഡൽഹി പോലീസിനെ കൊണ്ട് ഭീഷണിപ്പെടുത്താൻ നോക്കി. ഇന്റർനെറ്റ് വിച്ഛേദിച്ചു, മെട്രോ സ്റ്റേഷനുകൾ അടച്ചു, ഗതാഗതം തടസ്സപ്പെടുത്തി. തളർന്നില്ല. രാജ്യത്ത് നാനാഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആൾക്കാർ, ചെറുപ്പക്കാരവിടെ ഒത്തുകൂടി. അവർ മാത്രമല്ല, സാധാരണ BJP നിൽക്കുന്ന കാവ്യവസ്ത്രധാരികളടക്കം ആ രീതിയിലുണ്ടായിരുന്നു.
ജില്ലാ പ്രസിഡന്റ് പി കിരൺജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പ്രബീഷ് ആദിയൂർ, RJD ദേശീയ കമ്മിറ്റി അംഗം മനയത്ത് ചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറിമാരായ വി കുഞ്ഞാലി, ഇ രവീന്ദ്രനാഥ്, ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ, RYJD സംസ്ഥാന സെക്രട്ടറിമാരായ KP രജിൽ, K രജീഷ്, സ്വാഗത സംഘം ചെയർമാൻ NC മോയിൻകുട്ടി, SSAI ദേശീയ കമ്മിറ്റി അംഗം വിസ്മയ മുരളീധരൻ, ബാലജനത ജില്ലാ പ്രസിഡന്റ് ദിയ ബിജു, വിദ്യാർത്ഥി ജനത ജില്ലാ പ്രസിഡന്റ് സ്നേഹിൽ ശശി, ജില്ലാ ജനറൽ സെക്രട്ടറി RK ലാൽ പ്രസാദ്, ജില്ലാ സെക്രട്ടറി C സർജാസ് എന്നിവർ പ്രസംഗിച്ചു. RYJD യൂത്ത് ബ്രിഗേഡ് ലോഗോ പ്രകാശനം ഇതോടൊപ്പം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രിന്റിംഗ് മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ. കോഴിക്കോട് ജില്ലാ സമ്മേളനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ബാലുശ്ശേരി നന്മണ്ടയിലാണ് ജില്ലാ സമ്മേളനം നടക്കുക. പല മേഖലകളും ഡിജിറ്റൽവൽക്കരിച്ചതുകൊണ്ട് തന്നെ പേപ്പറിലുള്ള പ്രിന്റിങ്ങിന്റെ ആവശ്യകത ഇല്ലാതായി വരിക. അപ്പം ഇത് സംബന്ധിച്ച് വലിയൊരു നിവേദനം തന്നെ നമ്മൾ ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട്. ചെറുകിട മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം, അതിനുള്ള പ്രത്യേക സഹായ പദ്ധതികളൊക്കെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് മെമ്മോറണ്ടം നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. കേരള പ്രിന്റേഴ്സ് അസോസിയേഷന്റെ 41ാമത് ജില്ലാ സമ്മേളനം ബാലുശ്ശേരി ഫോർട്ടീൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓഗസ്റ്റ് 15 ശനിയാഴ്ച നടക്കും. സമ്മേളനം കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് Y വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് കുടുംബസംഗമം, വനിതാ സമ്മേളനം, പ്രിന്റിംഗ് അനുബന്ധ ഉപകരണങ്ങളുടെ പ്രദർശനം, മോട്ടിവേഷൻ ക്ലാസ്, വിശിഷ്ട വ്യക്തികൾക്കുള്ള ആദരവ്, സുവനീർ പ്രകാശനം, പ്രദർശന നഗരിയിലേക്ക് പ്രകടനം, കലാപരിപാടികൾ എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആഗസ്റ്റ് 15 ശനിയാഴ്ച കാലത്ത് മുതൽ വൈകിട്ട് വരെ നന്മണ്ട 14 ഫോർട്ടീൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമ്മേളനം പ്രകടനം കാലത്ത് 9 മണി മുതൽ പ്രകടനമുണ്ട്. അതിനുശേഷം പ്രതിനിധി സമ്മേളനമാണ്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സോമൻ K, ജനറൽ കൺവീനർ പ്രിയാജു A, സംസ്ഥാന സെക്രട്ടറി രമേശ് K, ജില്ലാ ട്രഷറർ ഉണ്ണികൃഷ്ണൻ PA, കൺവീനർ ഫൈസൽ V എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മുക്കത്തിന് ടെക്നോളജിയുടെ പുതിയ മുഖവുമായി പുതിയ വലിയ മൈജി ഫ്യൂച്ചർ എത്തുന്നു. ഓഗസ്റ്റ് 17 ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളുടെ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസും ആക്സസറീസും ഇനി ഒരുമിച്ച് ഒരിടത്ത്. ഹായ്, ഞാൻ ഹണി റോസ്. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച മുക്കത്തെ പുതിയ മൈജി ഫ്യൂച്ചറിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വരുന്നുണ്ട്. വമ്പൻ ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം കേരളം കണ്ട ഏറ്റവും വലിയ ഓണം ഓഫറായ മൈജി ഓണം മാസ് ഓണം സീസൺ 4ന്റെ 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. എവിടെ നിന്ന് വാങ്ങിയാലും ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് ഉറപ്പ് നൽകുന്ന മൈജി കെയർ. ഗാഡ്ജറ്റ്സുകൾക്ക് പരിരക്ഷയുടെ കവചമൊരുക്കി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ. ബ്രാൻഡ് വാറന്റിക്ക് പുറമെ മൈജി നൽകുന്നു മൈജി എക്സ്ട്രാ വാറന്റി. ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ മൈജി സുപ്രിയമായി. പഴയതെല്ലാം പുതിയതാക്കാൻ മൈജി എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ. ഉദ്ഘാടനം ഓഗസ്റ്റ് 17. ഏവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് മുക്കത്ത് കാണാം ഓഗസ്റ്റ് 17 രാവിലെ 10 മണിക്ക്. മൈജി ഫ്യൂച്ചർ, കമ്പളവൻ ബിൽഡിംഗ്, മുക്കമ്പാലത്തിന് സമീപം, മുക്കം. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ.
ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് നിക്ഷേപകരോട് സെബിയും കേന്ദ്ര സർക്കാരും നീതി നിഷേധമാണ് സ്വീകരിക്കുന്നതെന്ന് നിക്ഷേപകർ. ഇതിനെതിരെ സ്വാതന്ത്ര്യദിനത്തിൽ GST ഓഫീസിന് മുന്നിൽ ഉപവാസം നടത്താനൊരുങ്ങുകയാണ് നിക്ഷേപകരും ഫീൽഡ് അസോസിയേറ്റ്സ്. The work with regard to the disposal of the land and disbursement of the proceeds to the investors be completed as soon as possible and preferably within 6 months from today. ഈ വിധിയുണ്ടായതിനു ശേഷം 6 മാസത്തിനകം നിക്ഷേപകരുടെ പണം ഈ കമ്പനിയുടെ ആസ്തികളൊക്കെ തന്നെ വിറ്റ് നൽകണം എന്നുള്ളതാണ്. PCL നിക്ഷേപകരും ഫീൽഡ് അസോസിയേറ്റ്സുമാണ് മാനാഞ്ചിറയ്ക്ക് സമീപത്തെ കേന്ദ്ര GST ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തുക. PCL FAU ആൻഡ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. PCL ആസ്തികൾ സെബി ഏറ്റെടുത്ത് 12 വർഷം പിന്നിട്ടിട്ടും നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും അർഹരായ നിക്ഷേപകരുടെ അപേക്ഷകൾ സെബി തള്ളുകയാണെന്നും അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ KD ഗോവിന്ദനും VR കുട്ടികൃഷ്ണനും പറഞ്ഞു. അപ്പം ഇത്രയും കാലമായിട്ട് നിക്ഷേപകരിൽ 50,000 കോടിയോളമാണ് നിക്ഷേപകർക്ക് തിരിച്ചു കിട്ടാനുള്ളത്. അതിൻ്റെ എത്രയോ ഇരട്ടി ഈ കമ്പനിയുടെ ആസ്തി CBI കണ്ടെത്തിയിട്ടുണ്ട്, സെബി കണ്ടെത്തിയിട്ടുണ്ട്, ലോധ കമ്മിറ്റിയും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അത് തിരിച്ചു നൽകുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനത്തിൽ സെബി കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് കാണിച്ചിട്ട് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാവൂർ റോഡ് സ്മൃതി പഥത്തിൽ ഇനി മുതൽ 24 മണിക്കൂറും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാകും. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സഫയർ ആണ് ശ്മശാനത്തിൽ കുടിവെള്ള പദ്ധതി സജ്ജീകരിച്ചത്. പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെയും ശുചിത്വത്തിന്റെയും ഭാഗമായാണ് ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സഫയറിന്റെ നേതൃത്വത്തിൽ സ്മൃതിപഥം ശ്മശാന വളപ്പിൽ സൗജന്യ ശുദ്ധജല വിതരണ പദ്ധതി ആരംഭിച്ചത്. സ്മൃതിപഥത്തിലെത്തുന്ന പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ആവശ്യമായ ശുദ്ധീകരിച്ച കുടിവെള്ള സൗകര്യം 24 മണിക്കൂറും ലഭ്യമാക്കുന്ന രീതിയിലാണ് ലയൺസ് ക്ലബ്ബ് സംരംഭം സജ്ജീകരിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മേയർ O സദാശിവൻ നിർവഹിച്ചു. നോർമൽ വാട്ടർ, തണുത്ത ഈ 3 ഫെസിലിറ്റികളും സാധ്യമായിട്ടുള്ളൊരു കേന്ദ്രമായിട്ട് ഇവിടെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. അത് എന്തായിരുന്നാലും ലയൺസ് ക്ലബിന് അഭിമാനിക്കാൻ കഴിയും. കോഴിക്കോട്ടെ ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി വിശോബ് പനങ്ങാട് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാജീവ്, കൗൺസിലർ ജിഷ ശബരീഷ്, പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രേംകുമാർ, ഡിസ്ട്രിക്ട് PRO സുഭാഷ് നായർ, ഡിസ്ട്രിക്ട് RCZ-C കോർഡിനേറ്റർ സെനോൺ ചക്യാട്ട്, ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സഫയർ പ്രസിഡന്റ് ബിജു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാലാഴി വടക്കേച്ചാൽ ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 1ാമത് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. നടനും സംവിധായകനുമായ ജോയ് മാത്യു മത്സരം ഉദ്ഘാടനം ചെയ്തു. പാലാഴി വടക്കേച്ചാൽ ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് 1ാമത് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചത്. സിനിമാ നടൻ ജോയ് മാത്യു മത്സരം ഉദ്ഘാടനം ചെയ്തു. അതുപോലുള്ള മത്സരങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇതിൽ വലിയ വെറൈറ്റിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാനൊരിക്കൽ പങ്കെടുത്തിട്ടുണ്ട് കോളേജ് പഠിക്കുമ്പോൾ. എന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എതിർ ടീം. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ നിങ്ങൾക്കറിയാലോ, ഭയങ്കര ഹിറ്റായ ഒരു സിനിമയാണത്. ആ സിനിമയ്ക്ക് ശേഷമാണ് വടംവലി വളരെ പോപ്പുലറായിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അതിന് അസോസിയേഷൻ ഉണ്ടായി, 16ഓളം ടീമുകളോട് പങ്കെടുക്കുന്നു, ക്യാഷ് പ്രൈസ് ഉണ്ട്, ഒരുപാട് നിറങ്ങളുള്ള ഒരുപാട് ടീമുകൾ ഇവിടെ അണിനിരം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ആമയിൽ നിന്നുള്ള ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിൽ ബാൻഡ് കമ്പനികൾ തമ്മിലൊരു മത്സരമുണ്ട്. അതിൽ ഇതേമാതിരി ഭയങ്കര നിരവധി കളർഫുൾ ആയിട്ടുള്ള
യൂണിഫോം ഇട്ടിട്ടുള്ള സംഘങ്ങളാണ്. ബ്രദേഴ്സ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ കാട്ടിൽപീടിക അധ്യക്ഷനായിരുന്നു. പ്രബീഷ് കുനിയിൽ, വാർഡംഗം ജയലക്ഷ്മി, MM സുബീഷ്, അബ്ദുൽ ജബ്ബാർ മുല്ലപ്പള്ളി, നിത്യാനന്ദൻ, പ്രമോദ് നരിക്കുനി തുടങ്ങിയവർ സംസാരിച്ചു. റെഡ് ആർമി പാലാഴി 1ാം സ്ഥാനവും അമ്പാടിമുക്ക് വടക്കേച്ചാൽ 2ാം സ്ഥാനവും ടീം CT വടക്കേച്ചാൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. മുക്കത്തിന് ടെക്നോളജിയുടെ പുതിയ മുഖവുമായി പുതിയ വലിയ മൈജി ഫ്യൂച്ചർ എത്തുന്നു. ഓഗസ്റ്റ് 17-ന് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളുടെ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസും ആക്സസറീസും ഇനി ഒരുമിച്ച് ഒരിടത്ത്. ഹായ്, ഞാൻ ഹണി റോസ്. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച മുക്കത്തെ പുതിയ മൈജി ഫ്യൂച്ചറിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വരുന്നുണ്ട്. വമ്പൻ ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം കേരളം കണ്ട ഏറ്റവും വലിയ ഓണം ഓഫറായ മൈജി ഓണം മാസ് ഓണം സീസൺ 4ന്റെ 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. എവിടെ നിന്ന് വാങ്ങിയാലും ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് ഉറപ്പ് നൽകുന്ന മൈജി കെയർ. ഗാഡ്ജറ്റ്സുകൾക്ക് പരിരക്ഷയുടെ കവചമൊരുക്കി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ. ബ്രാൻഡ് വാറന്റിക്ക് പുറമെ മൈജി നൽകുന്നു മൈജി എക്സ്ട്രാ വാറന്റി. ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ മൈജി സുപ്രിയമായി. പഴയതെല്ലാം പുതിയതാക്കാൻ മൈജി എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ. ഉദ്ഘാടനം ഓഗസ്റ്റ് 17-ന്. ഏവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് മുക്കത്ത് കാണാം ഓഗസ്റ്റ് 17 രാവിലെ 10 മണിക്ക്. മൈജി ഫ്യൂച്ചർ, കമ്പളവൻ ബിൽഡിംഗ്, മുക്കം പാലത്തിന് സമീപം, മുക്കം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് സിറ്റി സബ് ജില്ലാ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരങ്ങൾ. സീനിയർ അധ്യാപിക ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സിറ്റി സബ് ജില്ലാ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. നിരവധി ജില്ലാ സംസ്ഥാന താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപിക ബിന്ദു ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അറ്റാക്കൊക്കെ ഒരുപാട് ഉള്ള ഒരു കാലത്ത് സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചുവിടണം എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി ചടങ്ങിൽ ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ VK ഫൈസൽ അധ്യക്ഷനായിരുന്നു. ഷർഷാർ അലി, TK ഫൈസൽ, ഇന്റർനാഷണൽ ഫെൻസിംഗ് താരം TK അപർണ, ഖൈസ് റഹ്മാൻ, കായിക അധ്യാപകൻ CT ഇലിയാസ്, AK അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വിവിധ യൂണിറ്റുകൾ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. ബേപ്പൂർ, നടുവട്ടം യൂണിറ്റുകളിൽ പതാക ഉയർത്തി. ബേപ്പൂർ യൂണിറ്റ് അവശരായ വ്യാപാരികളെ സന്ദർശിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വ്യാപാര ദിനം ആചരിച്ചു.
മണ്ഡലം പ്രസിഡന്റ് ഒ പി രാജൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 2015 ഭാരത് ഉദ്योग മണ്ഡൽ ദേശീയ സംഘടനയും കേരള വ്യാപാരി വ്യവസായിയുടെ നിരന്തര പ്രവർത്തനം മൂലമാണ് വ്യാപാരികളുടെ വ്യാപാരി ദിനം ആയി അംഗീകരിക്കപ്പെട്ടത്. എന്തുകൊണ്ടും അർഹപ്പെടുന്ന ദിനമാണ് ഇന്ന്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ വ്യാപാരികളും ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടും യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് ഹനീഫ, ഖജാൻജി കെ പി ശ്രീജിത്ത്, സീനിയർ യൂത്ത് വിംഗ് വനിതാ ഭാരവാഹികളായ ടി വേലായുധൻ, ബി കുഞ്ഞാമുക്കോയ, അനിത, ഇല്യാസ്, റസൽ, നൌഷാദ് എന്നിവർ സംസാരിച്ചു. ടി കെ അബ്ദുൽ ഗഫൂർ, ഒ കെ അബ്ദുൽ സബാഹ് തുടങ്ങിയവരും പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് അവശരായ വ്യാപാരികളെ സന്ദർശിച്ച് പായസം വിതരണം ചെയ്തു. ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടുവട്ടം യൂണിറ്റ് പ്രസിഡന്റ് പി മോഹൻദാസ് പതാക ഉയർത്തി. ട്രഷറർ സുരേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അവനീന്ദ്രൻ, ഹാനിഷ് നടുവട്ടം, ഒ എൻ സിദ്ദിഖ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കേരളം പാടുന്നു ദേശത്തിനായി എന്ന 10,000 ഗായകർ പങ്കെടുക്കുന്ന ദേശീയോദ്ഗ്രഥന പരിപാടി ഓഗസ്റ്റ് 15 വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ നടക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സംഗീത രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ദേശീയ ഗാനവും ദേശഭക്തി ഗാനവും ദേശീയ ഗീതവും പാടുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യയുടെ ഭൂപടത്തിൽ ആണ് ഈ ആളുകൾ അണിനിരക്കുന്നത്. എന്നിട്ട് ഒരുമിച്ച് നിന്നിട്ടാണ് ഇവർ പാടുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറാണ്. അതെ, കഴിഞ്ഞ 4 മാസമായിട്ട് പരിശീലനം ജില്ലകളിലുടനീളം നടന്നു വരികയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ട്രെയിൻ ചെയ്യുന്നത് ഡോക്ടർ ബി വേണുഗോപാൽ നായർ സാറാണ്. ഇദ്ദേഹം മ്യൂസിക്കൽ ഡബിൾ ഡോക്ടറേറ്റ് ആണ്. വോക്കലിലും ഇൻസ്ട്രുമെന്റൽ ഡബിൾ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. യേശുദാസിനോടൊപ്പം നടത്തിയതാണ്. വേൾഡ് ടാലന്റ് റെക്കോർഡാണ്. പാട്ടിന്റെ കൂട്ടുകാർ പബ്ലിക്കേഷൻസിന്റെ പ്രഥമ പുസ്തകമായ ഡോക്ടർ ബി വേണുഗോപാലൻ നായർ രചിച്ച ഗാനമേളകളുടെ ചരിത്രം ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി പ്രകാശനം ചെയ്യും. തമിഴ്നാട് ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് രാജേഷ് കുമാർ, കോഴിക്കോട് MP എം കെ രാഘവൻ, മേയർ ഒ സദാശിവൻ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ബി വേണുഗോപാലൻ നായർ, നയാസ്, ഇല്യാസ്, പനച്ചമൂട് ഷാജഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും വിതരണ ശൃംഖലയിൽ സുതാര്യതയും ട്രേസബിലിറ്റിയും ഉറപ്പാക്കണമെന്ന് കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. യുവാക്കളെ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നേറാൻ ഭരണകൂടത്തിന് സാധിക്കില്ലെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. പ്രിന്റിംഗ് മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ. നീതി നിഷേധത്തിനെതിരെ പ്രതികരിക്കാനൊരുങ്ങി പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് നിക്ഷേപകർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.